അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞ ദിവസം ഇബ്ലീസ് ത്വരീഖത്തിലെ വലിയ കോളാമ്പിയെ ഞാൻ ദജ്ജാൽ എന്ന് വിളിച്ചപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ, അത് ശരിയാണോ എന്നാണ്. എന്തുകൊണ്ടാണത് ശരിയല്ലാത്തത്? അവരെ പിന്നെ ദജ്ജാൽ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഇപ്പൊ നോക്കൂ, ഈ കക്ഷികൾ അവർ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുള്ള വാദങ്ങളാണോ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മുൻഗാമികൾ ആരെങ്കിലും കേൾക്കുകയോ പറയുകയോ ചെയ്തിട്ടുള്ള വാദങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം പടച്ചോൻ മടവൂരാണ് പടച്ചോൻ എന്ന വിഷയത്തിൽ ഞാനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനം നടക്കാൻ നല്ല രസമുണ്ട്. കോഴിക്കോട് എന്ന ബാനറിന്റെ കീഴിൽ ഒരു പ്രസംഗം ഇന്നലെ നടത്തി. അതിനകത്താണെങ്കിലോ എൻ്റെ ക്ലിപ്പ്, പുതിയ വീഡിയോയുടെ ക്ലിപ്പ് പോലും കാണിക്കാനുള്ള ധൈര്യം ഈ വലിയ ദജ്ജാലിന് ഇല്ലാതെ പോയി. പഴയ ക്ലിപ്പുകൾ കാണിക്കുക. അന്ന് പറഞ്ഞതിനൊക്കെ നമ്മൾ മറുപടികൾ കൃത്യമായി പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രയോഗം, അങ്ങനെ മടവൂരാണ് പടച്ചോൻ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിന് എന്തെങ്കിലും മാതൃകയുണ്ടോ എന്ന ചങ്കിൽ തറച്ച ചോദ്യത്തെ നേരിടാൻ കഴിയാതെ വട്ടം കറങ്ങാൻ. എന്നിട്ട് വന്നിട്ട് ഇവരിപ്പോഴും പറയാൻ ഞങ്ങൾ അന്ന് പറഞ്ഞതും ഒന്നാണ്, ഇന്ന് പറഞ്ഞതും ഒന്നാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. ആ പാട്ടിറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞെന്താ, അങ്ങനെ പാടരുത്, മശായിഖിനോട് ചോദിക്കാതെ പാടരുത്, ആളുകൾക്ക് സംശയമുണ്ടാകുന്ന രൂപത്തിൽ അതിനൊരു സാദൃശ്യം വരികയാണെങ്കിൽ തന്നെ ഒരു വിഷയം അങ്ങനെ എടുത്തിടരുത്. ഇതല്ലേ നമ്മളന്ന് പറഞ്ഞു കൊടുത്തേ? അതെ, ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്, ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതും. അങ്ങനെ പാടരുത്, ആളുകൾക്ക് സംശയമുണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകൾ എടുത്തിടരുത്, ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ടോ വലിയ ദജ്ജാല് പറയാൻ ഇനി അങ്ങനെ എടുത്തിട്ടാൽ നോക്കാം, എടുത്തിട്ട് കഴിഞ്ഞാൽ അത് വേറൊരു വിഷയമാണ്. ഒരാളങ്ങനെ പാടാൻ പാടില്ലായിരുന്നു, പാടിപ്പോയാൽ അത് കുഫറാണെന്ന് പറയരുത്. ഇതാ അന്നും ഇന്നും നമ്മൾ പറഞ്ഞ് ഈ പറഞ്ഞത് നുണയാ. അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളത് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞില്ലേ? അത് ശുദ്ധമായ നുണയാ. ആളുകളുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന പച്ചക്കളവ് മാത്രമാണ്. അന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പിന്നാലെ കേൾപ്പിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ആ കേൾപ്പിച്ചതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? എന്നിട്ട് ഈ ചങ്ങാതി ചെയ്ത പണി എന്താണെന്നറിയോ? നൗഷാദ് പറയുന്നത് കേട്ടു നോക്ക്. ഈ ചങ്ങാതി ഇപ്പൊ വന്നിട്ട് ആകെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എടുത്തത് എന്താ അറിയോ? അന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇത് ശരിയല്ല, ഇതൊക്കെ പ്രശ്നമാണ് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്നിട്ട് കുഫ്ര, ഞങ്ങൾ അന്നൊന്നും പറഞ്ഞത് അത് കുഫറല്ല, പാടാൻ പാടില്ല, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഫറല്ല എന്ന് അന്നും ഇന്നും എന്നും നമ്മൾ പറയും. അങ്ങനെ അന്നും ഇന്നും എന്നും പറയുമെങ്കിൽ നൗഷാദെ, അന്ന് പ്രസംഗിച്ച ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ആ ക്ലിപ്പിട്ടുകൊണ്ടല്ലേ നീ മറുപടി പറയേണ്ടത്? ഈ സംസാരത്തിൽ ഒരിടത്തുപോലും അന്നത്തെ ഞാൻ കാണിച്ച ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് നീ കാണിക്കുക പോലും ചെയ്തില്ലല്ലോ. അന്ന് പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നസ്വാറാക്കൾ വിശ്വസിച്ചതുപോലെ പറഞ്ഞതുപോലെ പറയാൻ പാടില്ല എന്നാണ്. അതിനെ ഗണ്ണിക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ടല്ലേ ആ ക്ലിപ്പ് അതിൻ്റെ മുമ്പോ ശേഷമോ ഒന്നും കാണിക്കാതെ വേറൊരു പഴയ പ്രസംഗത്തിന്റെ ക്ലിപ്പുമായിട്ട് വന്നത്. എന്നിട്ട് ആ ക്ലിപ്പിൽ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഡേറ്റ്, പാട്ടിറങ്ങിയ ഡേറ്റ്, പേരോട് ഉസ്താദ് പ്രസംഗിച്ച ഡേറ്റ്. ഇനി നമുക്ക് ഡേറ്റുകൾ കൊണ്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് നമുക്ക് പഴയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം അത് അത്രയും തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് ഒരു കുറഞ്ഞ സമയം, ഈ പാട്ട് വരുന്നത് 2024 ഓഗസ്റ്റ് 13 ഈ പാട്ട് ഇറങ്ങുന്നത് എന്നാണ് പുറത്ത് പ്രചരിപ്പിക്കുന്നത്. 2024 ഓഗസ്റ്റ് 13 ഈ ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളണം, നമുക്ക് ആവശ്യം വരും. ഇനി ഈ പാട്ടിനെ കുറിച്ച് പേരോട് ഉസ്താദ് എന്നാണ് പ്രസംഗിക്കുന്നത്? എവിടെ വെച്ചാണ് പ്രസംഗിക്കുന്നത്? അങ്ങനെ 17 ആയപ്പോൾ അന്നാണ് പേരോട് ഇത് പ്രസംഗിക്കുന്നത്. ഡേറ്റ് ഇറക്കാൻ ഞങ്ങൾക്കറിയാം. 2024 ഓഗസ്റ്റ് 17 ഉള്ളാളത്താണ് ഉച്ച സമയത്ത് പേരോടിന്റെ പ്രസംഗം നടക്കുന്നത്. അത്ര കറക്റ്റ് നമുക്ക് ഓർമ്മ ഉണ്ട്. കാരണം എന്താ അറിയോ? കാരണം എന്തെങ്കിലുമൊക്കെ ആകട്ടെ, എന്തായാലും ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. 2024 ഓഗസ്റ്റ് 13 പാട്ടിറങ്ങുന്നു. 2024 ഓഗസ്റ്റ് 17 പേരോട് ഉസ്താദ് 4 ദിവസം കഴിഞ്ഞിട്ട് ഉള്ളാളത്ത് വെച്ച് പ്രസംഗിക്കുന്നു. എന്നിട്ടോ അപ്പൊ ഉച്ചക്ക് ഉള്ളാളിയാള് പ്രസംഗിക്കുന്ന ക്ലിപ്പിട്ടുകൊണ്ട് എന്ന് ഈ പാട്ടിറങ്ങി 4 ദിവസം കഴിഞ്ഞ അന്ന് തന്നെ അത് വളരെ വ്യക്തമായി ഇപ്പൊ പറയുന്ന രൂപത്തിൽ അന്ന് നമ്മൾ കളരാന്തിരിയിൽ വെച്ച് അത് വിശദീകരിക്കുന്നുണ്ട്. ഡേറ്റ് ഓർമ്മ വെക്കണം.
പാട്ടിറങ്ങിയത് 13-ന്, പേരോട് ഉസ്താദ് വിമർശിച്ചത് 17-ന്. ഇവർ കാണിക്കുന്ന ക്ലിപ്പും 17-ന്റെ ക്ലിപ്പാണ്. ഇന്ന് പറയുന്ന അതേ രീതിയിൽ അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതുകൂടി നമുക്കിതിൽ പരിശോധിക്കാം. ഇതിനു മുമ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും പരിശോധിക്കാം. എന്തായാലും പേരോട് ഉസ്താദിന്റെ ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചേ നൗഷാദേ. ഇന്ന് നടത്തിയ പ്രസംഗം നോക്ക്. ഇന്ന് അദ്ദേഹം ഉച്ചക്ക് ഉള്ളാളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായ ഒരു ജതുബിലാണ്. കാരണം ആ പാട്ട് കേട്ടാ പോയില്ലേ, നമ്മളെ പുതിയ പാട്ടില്ലേ, ആ പാട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് പറഞ്ഞു. ശ്രദ്ധിച്ചോളണം, ആ പാട്ടിനെ കുറിച്ച് ഇവർ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ പ്രസംഗിക്കുന്നത് ഓഗസ്റ്റ് 17-നാണ്. അപ്പൊ ഇതിനു മുമ്പ് ആ പാട്ടിനെ കുറിച്ച് ഇവർ നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഈ പ്രസംഗത്തിൽ നൗഷാദ് പറയുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് എന്തോ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അതിലേക്ക് വരാം. നൗഷാദ് ബാക്കി പറ. കൃത്യമായ നിലപാട് നമ്മൾ അവതരിപ്പിച്ചു. എന്നാൽ അദ്ദേഹം ഇന്ന് പറയുന്ന ആ വാക്കാദ്യങ്ങളൊന്ന് കേൾക്കുന്നത്, ഞാൻ അതിലേക്ക് വരാം. സുബ്ഹാനല്ലാഹ്, അവരെന്തും പറയും. ഇന്നതെന്നില്ല. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ? പടച്ചോനാ, ഞങ്ങളെ പടച്ചോൻ മടവൂരാ. ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഇതാണ് പേരോട് ഉസ്താദ് പ്രസംഗിച്ചത്. ഇതിന്റെ ബാക്കി കൂടി കേൾക്കുമ്പോൾ ഈ പറഞ്ഞത് ഏതർത്ഥത്തിലാണ്, ഏതാശയത്തിലാണ് എന്നൊക്കെ കേൾവിക്കാർക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്യും. എന്തായാലും പേരോട് ഉസ്താദിന്റെ ആ പ്രസംഗം കേൾപ്പിച്ചിട്ട് നൗഷാദ് ഓഗസ്റ്റ് 17-ന് വിശദീകരിക്കുന്ന ക്ലിപ്പാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ പറഞ്ഞേ? ഞാൻ ഈ അടുത്തൊരു പാട്ട് കേട്ടു. ആ പാട്ടായിരുന്നല്ലോ ഈ അടുത്ത് ചർച്ച. മടവൂരാരോ പടച്ചോനാണോ എന്ന് പറയുന്ന ഒരു വരി കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ അതിന്റെ നിലപാട് പറഞ്ഞു. അപ്പൊ ഈ പറയുന്നതിന്റെ മുമ്പ് തന്നെ നൗഷാദ് ആ പാട്ടിനെ കുറിച്ച് എന്തോ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് പറയാനുള്ളതിന്റെ കാരണം എന്താണ്? ആ പാട്ട് ഇബ്ലീസ് ത്വരീഖത്തുകാരുടെ പാട്ടാണെന്ന് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും വിളിച്ചു പറഞ്ഞു. അപ്പൊ ആ പാട്ടിനെ തള്ളിക്കൊണ്ടാണ് അന്ന് നിലപാട് പറഞ്ഞത്. അത് നമ്മളാണെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ മൈലേജ് ഉണ്ടാക്കാനുള്ള പണി തുടങ്ങി ചിലർ. അപ്പൊ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി സുന്നികള് അത് ഇവരുടെ പാട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ സുന്നികൾക്ക് മൈലേജ് കിട്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ പാട്ടിനെ കുറിച്ച് നൗഷാദ് നിലപാട് ഇതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനി അങ്ങോട്ട് തുടർന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു നിലപാട് പറയാനുണ്ടെങ്കിൽ അത് ധൈര്യമായി പറയും, ആരെയും പേടിക്കാതെ പറയും എന്നൊക്കെയാണ്. ഞങ്ങൾ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയും. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് പാടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം വിളിച്ചു പറയണമെങ്കിൽ അത് പരസ്യമായി പറയും, ഒരു സംശയം അതിലില്ല. അതുകൊണ്ട് ഞങ്ങളുമായി അതിന് ബന്ധമില്ല. അങ്ങനെ പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ട് പാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ട് പാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എങ്ങനെ? പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ടുപാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്ത നിങ്ങളല്ലേ ഇപ്പൊ പിന്നെ പടച്ചോനെന്ന്, മടവൂരാണ് പടച്ചോനെന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയില്ല എന്ന് പറയുന്നത്? നൗഷാദെ, പാട്ടിൽ പടച്ചോൻ എന്ന് പറയുന്നത് മാത്രമാണോ പ്രശ്നമുള്ളത്? പടച്ചോൻ എന്ന് പ്രസംഗത്തിൽ പറയാമോ? അതിന് പ്രശ്നമൊന്നുമില്ലേ? അന്ന് ഈ പറഞ്ഞ ഓഗസ്റ്റ് 17-നുള്ള നിലപാട് പോലും ആ പാട്ടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെ പടച്ചോനാണെന്ന് പറയുന്ന പ്രയോഗങ്ങൾ പാടില്ല എന്ന് വ്യക്തമായി പ്രസംഗിച്ചവരാണ്. അവരാണിപ്പോൾ 2026 ആയപ്പോഴേക്കും മടവൂരാണ് പടച്ചോനെന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയുമില്ല എന്നീ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. എന്നിട്ടിപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കാൻ പഴയ പ്രസംഗത്തിന്റെ ക്ലിപ്പുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ക്ലിപ്പിലുള്ളത് പോലും അതിനെ അംഗീകരിക്കുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. എന്തായാലും നൗഷാദിന്റെ കാര്യം കോമഡിയാണ്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഇവനെ അല്ലാതെ വേറെ ആരെയാ പറയേണ്ടത്? നൗഷാദ് തന്നെ പറയട്ടെ. മാത്രമല്ല, പാട്ട് പാടുന്നവരോട് നമ്മൾ പറയുന്നത്, മശായിഖന്മാരെ കുറിച്ച് പാടുമ്പോ കാലഘട്ടത്തിലെ മശായിഖന്മാരുണ്ട് ഇവിടെ,
മടവൂർ ശൈഖുനാനെ കുറിച്ച് സാധാരണ പാടുന്നതാവാം. പുതുതായി ഒന്ന് വരുമ്പോ അത് മശായിഖന്മാരോടൊക്കെ ഒന്ന് ചോദിച്ച് അവരുടെ ഇഷ്ടത്തിലാണ് പാട്ടുകൾ തന്നെ പുറത്തിറക്കേണ്ടത്. കാരണം അതാണല്ലോ ഭാഗം. അത് പറയുന്നവരാണ് ഞങ്ങൾ. ആ ശൈലിയിൽ പറയേണ്ടതില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ. ആ ശൈലിയിൽ പറയേണ്ടതില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പൊ ആ ശൈലിയിൽ പറയരുത് എന്ന് കൃത്യമായി ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ അതിനേക്കാൾ കടുത്ത ശൈലിയിലാണ്. ഇവർ ഇബ്ലീസിന്റെ അനുയായികളല്ലെങ്കിൽ പിന്നെ ആരാ കൂട്ടരെ അനുയായികൾ? പിന്നെ പറഞ്ഞതെന്താ, അങ്ങനെയൊക്കെ പാടുമ്പോൾ പഴയതൊക്കെ പാടിക്കോ, പുതിയതുണ്ടാക്കി പാടുമ്പോൾ മശായിഖന്മാരോട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന മശായിഖന്മാരോടൊക്കെ ചോദിക്കണമെന്നാണ്. ഏത് മശായിഖ്? ഇവരുടെ കോമാണ്ടി, അതുപോലെ ഇവരുടെ ബീരാണ്ടി, ഇവരോടൊക്കെ ചോദിച്ചിട്ട് പാടണമെന്ന് ആ ചെക്കനോട് പറയാൻ. സാധു അന്ന് ആ ചെക്കനെ എതിർത്ത് തള്ളി നിഷേധിച്ചവന്റെ പാട്ടിനെ അംഗീകരിക്കാത്തവൻ ഇന്ന് ഏതവസ്ഥയിലേക്ക് എത്തി? എന്നിട്ട് പറയാം അന്നും ഇന്നും എന്നും ഞങ്ങൾക്ക് ഒരേ നിലപാടാണ് എന്ന്. എന്നിട്ടോ ഇപ്പൊ ഈ പുതിയ നിലപാടുണ്ടല്ലോ, മടവൂരാണ് പടച്ചോനെന്ന് പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്ന നിലപാട്, ആ നിലപാട് ഇവരെടുക്കാനുള്ളതിന്റെ കാരണം എന്താണ്? പേരോട് ഉസ്താദ് ആ പാട്ടിനെ എതിർത്തു. കൃത്യമായി മനസ്സിലാക്കണം. ഓഗസ്റ്റ് 13 പാട്ടിറങ്ങുന്നു, ഓഗസ്റ്റ് 17 പേരോട് ഉസ്താദ് അതിനെ എതിർക്കുന്നു. അന്ന് തന്നെ പേരോട് ഉസ്താദിനെ എതിർത്തുകൊണ്ട് ഈ ചങ്ങാതി സംസാരിക്കുന്നു. ഇതിനിടയിൽ വേറൊരു ഡേറ്റ് ഉണ്ട്. മുമ്പേ നിലപാട് പറഞ്ഞു എന്ന ഒരു ഡേറ്റ് ഉണ്ടല്ലോ. ആ ഡേറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, കുറച്ചും കൂടി നിങ്ങൾ ക്ഷമിക്ക്. എന്തായാലും പേരോട് ഉസ്താദ് ആ പാട്ടിനെ എതിർത്തപ്പോ പേരോട് ഉസ്താദ് എന്തു പറഞ്ഞോ അതിന്റെ നേർ വിപരീതം പറയുക എന്ന ലക്ഷ്യം മാത്രമാണല്ലോ ഈ ചങ്ങാതികൾക്കുള്ളത്. അതുകൊണ്ട് പേരോട് ഉസ്താദിനെ ഖണ്ഡിക്കാൻ ഓഗസ്റ്റ് 17 ഒരു പാട്ട് കേട്ടു. അല്ലാ മടവൂരാണ് പടച്ചോനെന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറായി, അങ്ങനെ പാടിയാൽ കാഫിറായി. പിന്നെ ഭാര്യ അവന് ഹലാലല്ല, പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ പറ്റൂല. എന്താ ഒരു ഉലമാഇന്റെ ബാധ്യത? വലിയ ആലിമിൻ നുഖ്റ അലാമാത്തുൻ തുറ. ഞാൻ അതുക്കിയ കഴിഞ്ഞ പ്രസംഗത്തിൽ പാടിത്തന്നില്ല. ഉഖ്റവിയായ ആലിമാണെങ്കിൽ അവന് ചില അടയാളങ്ങളുണ്ട്. ഫത്വ എന്ന് പറയുന്ന സംഭവം അത് കണ്ണും മൂക്കൊന്നുമില്ലാതെ അങ്ങോട്ട് ഫത്വ കൊടുക്കലാണ്. എന്താണ് ഇവിടെ വിഷയം? ഒരാളൊരു വാദം വാദിച്ചാൽ ആ വാദത്തിന് അല്ലെങ്കിൽ അവരുടെ ആ വാക്കിന് 100 അർത്ഥമുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ 100ൽ 99 തെറ്റാണെങ്കിൽ 1 ശരിയാണെങ്കിൽ കുഫറിലേക്ക് ചേർക്കാതിരിക്കണം എന്നതല്ലേ മസ്അല? നിനക്ക് ഈ മസ്അലയൊക്കെ അറിയാമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, നീ എത്ര കാലമായി പേരോട് ഉസ്താദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് ഉപമിച്ചു എന്ന് പറയുന്നത്? എത്ര കാലമായി? ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് മുശബ്ബഹും മുശബ്ബഹു ബിഹിയും വജ്ഹു ശബഹും ഒക്കെ പറഞ്ഞല്ലോ. പിന്നെ എന്താ നീ മിണ്ടാത്തത്? കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞു, എന്താ നീ വാതുറക്കാത്തത്? കഴിഞ്ഞ വീഡിയോയിലും അതിനുള്ള മുമ്പുള്ള വീഡിയോയിലും അതിൻ്റെ മുമ്പുള്ള വീഡിയോയിലും സകല വീഡിയോയിലും ഒരു മനുഷ്യനെ വെല്ലുവിളിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള വാക്കുകൊണ്ട്, എന്ന് പറഞ്ഞാൽ മാന്യമായ വാക്കുകൾ, ഇവർ വെല്ലുവിളിക്കുന്നത് പോലെയുള്ള ഭാഷയല്ല, മാന്യമായി ഒരാളുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഇബിലീസിന്റെ വിഷയം, ഇബിലീസ് എങ്ങാനും സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് മുസ്ലിമായാൽ ഖുർആനിലെ ആയത്ത് എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് കഴിഞ്ഞ വീഡിയോയിൽ വരെ വെല്ലുവിളി ഉണ്ടായിരുന്നല്ലോ. നീ എന്തെങ്കിലും മിണ്ടിയോ? എന്തെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞു? ഒരക്ഷരം മിണ്ടുന്നില്ല സാധു. പോട്ടെ, കുഴഞ്ഞു കിടക്കുന്ന വാപ്പ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. എന്താ പിന്നെ നീ വായ തുറക്കാത്തത്? പേരോട് ഉസ്താദ് ആ പറഞ്ഞത് 100ൽ 99 എന്നല്ല, 100% ശരിയാണ്. പോകട്ടെ, 1% അതിൽ ശരിയുണ്ട് എന്ന് വന്നാൽ കുഫർ ആരോപിക്കാൻ പാടില്ല എന്നല്ലേ നിന്റെ വാദം? നീ ഈ പേരോട് ഉസ്താദ് പറഞ്ഞ ക്ലിപ്പ് കാണിച്ചിട്ട് അഇമ്മത്തിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് തിരുനബി തങ്ങളെ നിസാരപ്പെടുത്തിയവൻ കാഫിറാണ് എന്ന് പ്രസംഗിച്ച് പേരോട് ഉസ്താദിന്റെ മേൽ കുഫർ ആരോപിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ മസ്അല നിനക്ക് ബാധകല്ലേ? 100ൽ 1% ശരിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് 100% ശരിയാണ് എന്ന്. അതിനെ ഖണ്ഡിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുമില്ല. എന്നിട്ടും 1% ശരിയുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കണമെന്ന് വാദിക്കുന്ന നിന്റെ ഈ മസ്അല പേരോട് ഉസ്താദിന്റെ വിഷയം വരുമ്പോ എവിടെ കൊണ്ടുപോയി വെച്ച ചങ്ങാതി? എവിടെയാ നീ ആ മസ്അല കൊണ്ടുപോയി വെച്ചത്? തോന്നിയാസം പറഞ്ഞിട്ട് ഇപ്പൊ വലിയ ന്യായം പറയുന്നല്ലേ?
എന്ന് മാത്രമല്ല ഇവൻ പറയുന്നുണ്ട്, ഒരാൾ അതിനെക്കുറിച്ചൊരു വിശദീകരണമൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ല. ആ പാട്ടുകാരൻ്റെ പിഴച്ച പാട്ടിനെ ന്യായീകരിക്കാൻ വേണ്ടി പേരോട് ഉസ്താദ് അതിനെ എതിർത്തു എന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് അന്ന് ഓഗസ്റ്റ് 17 പ്രസംഗിച്ചതാ. ഇവിടെ പാട്ട് പാടിയ സുഹൃത്ത് അദ്ദേഹം തന്നെ അതിന്റെ വിശദീകരണവുമായി വന്നു. ഞങ്ങളെ നിലപാടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷം പറയാം. അദ്ദേഹം വന്നിട്ട് വിശദീകരിച്ചു, ഞാൻ ഉദ്ദേശിച്ചത് മടവൂർ പടച്ചോനാണ് എന്നല്ല, അങ്ങനെ ഉദ്ദേശിക്കുകയുമില്ല, മറിച്ചതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ആളായ പ്രത്യേകക്കാരായ ശൈഖുനാണ്, ഒരു ചോദ്യത്തിന്റെ മറുപടിയായി പറഞ്ഞതാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ പൂർത്തിയായി. ഇനി അത് പാടണ്ട, പാടിയതിൽ കുഫ്ർ ആരോപിക്കാൻ പാടില്ല എന്നത് വിശദീകരണത്തിൽ നിന്ന് വന്നു. ഈ വിശദീകരണമൊന്നും കേൾക്കാതെ, ഈ വിശദീകരണം വന്നതിന് ശേഷവും ആ പാട്ടുപാടിയ ആള് അത് വിശ്വസിക്കുന്നുണ്ടെന്നും കാഫിറാണെന്നും ഭാര്യ ഹലാലല്ലെന്നും പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യരുതെന്നും പറയാൻ ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത്? കുഫ്രിയത്ത് ആരോപിച്ച് ആളുകളെ വട്ടം കറക്കാനാണോ തീരുമാനം? വേറൊരാൾ വന്നിന്നല്ലോ ഇടക്കാലത്ത് അത്രയും കൃത്യമായിട്ട് അന്ന് പറഞ്ഞു കൊടുത്തിന്. അതെ അതെ, കൃത്യമായി പറഞ്ഞു. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് ഈ പറഞ്ഞതിനെ കുറിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ. ഒരാൾ ഒരു വിഷയം പറഞ്ഞു, എന്നിട്ട് അയാൾ അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചത് എന്താണെന്ന് പിന്നീട് വിശദീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും എടുത്തു പിടിച്ചുകൊണ്ടുവന്ന് കുഫ്രാരോപണം നടത്താൻ പാടില്ല എന്നല്ലേ നീ അന്ന് പ്രസംഗിച്ചത്? ആ പ്രസംഗിച്ച നിയമം നിനക്ക് ഇന്ന് ബാധകമല്ലേ നൗഷാദെ? എത്ര കാലമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പേരിൽ നിഴൽവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ നീ ആക്ഷേപിക്കുന്നു? ഉസ്താദ് ഒരു പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നു മാത്രമല്ല, പ്രകാശത്തിൻ്റെ എതിരിൽ വരുന്ന ഇരുട്ടാകുന്ന നിഴല് തിരുനബി തങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പേരോട് ഉസ്താദ് വ്യക്തമായി പ്രസംഗിച്ചിട്ടും ഇന്നും നൗഷാദെ ഈ കോഴിക്കോട് പ്രസംഗത്തിലും നീ ആ ക്ലിപ്പ് കാണിക്കുന്നില്ലേ? ഉസ്താദിനെ നിഴൽവാദി എന്ന് വിളിക്കുന്നില്ലേ? ഉസ്താദ് കൃത്യമായി പറഞ്ഞല്ലോ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രകാശത്തിന്റെ എതിരിൽ വരുന്ന ഇരുട്ടാകുന്ന ഉൽമാനിയത്തായ നിഴൽ ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടില്ല എന്ന് ഉസ്താദ് പ്രസംഗിച്ചിട്ടില്ലേ? നിനക്ക് ഈ പറയുന്ന നിയമമൊന്നും നിനക്ക് ബാധകല്ലേ? അതോ ഇബ്ലീസ് ത്വരീഖത്തുകാർക്ക് നിങ്ങളുടെ മശായിഖന്മാർക്കുള്ളതുപോലെ പ്രത്യേക എന്തെങ്കിലും ശരീഅത്തുണ്ടോ? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കാൻ. അപ്പൊ ഈ ചെങ്ങാതിമാരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? പേരോട് ഉസ്താദ് എന്തു പറഞ്ഞോ അതിനോപ്പോസിറ്റ് പറയാ. മാത്രമല്ല പേരോട് ഉസ്താദ് അന്ന് പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ തന്നെ ഖലഖ യഖ്ലുഖു അഖ്ലുഖു എന്നൊക്കെ പറഞ്ഞ് ഇന്നിവൻ സർഫാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് പേരോട് ഉസ്താദ് അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് കേട്ടിട്ടാണ് ഈ ചങ്ങാതി ഇതിൽ ഇങ്ങനൊരു വകുപ്പുണ്ടല്ലേ എന്ന് ചിന്തിച്ചിട്ട് പടച്ചോനെന്ന് പറയാം എന്നും പറഞ്ഞ് ഇന്ന് നടക്കുന്നത്. പേരോട് ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതിനു മുമ്പ് ഈ ചങ്ങാതി ആ പാട്ടിനെ എതിർത്തത് എന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം, അതിൻ്റെ ഡേറ്റും ഒക്കെ ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് തന്നെ പേരോട് ഉസ്താദാണ് ആദ്യം ഈ ഹലക്കയും ഖാലിക്കും ഒക്കെ ഈ കുരുവട്ടൂരികളെ പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് അതെടുത്തു പിടിച്ചിട്ട് പറയാണ് അതും ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പേരോട് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ചങ്ങാതി നീ അത് പറഞ്ഞത്? ഏതായാലും അതുകൂടി കേൾക്കാം. ഈ അഹുലുക്കുലക്കും എന്നുള്ള ആയത്തും അന്ന് നമ്മളെ ഓതുന്നുണ്ട്. ഞങ്ങൾ മശായിഖിന്റെ നിർദ്ദേശത്തിൽ പറയുമ്പോൾ ക്ലിപ്പ് കട്ടുമുറിച്ചിട്ട് അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും വ്യത്യാസം ഉണ്ടാക്കാനൊന്നും ഒരു AP ശുജായി ഇവിടെ വളർന്നിട്ടില്ല. തക്ബീർ ചൊല്ലിയേക്ക് പാസാക്കി. വളർന്നിട്ടില്ലെങ്കിൽ എന്താണ് ദജ്ജാലേ? എന്താണ് ദജ്ജാലായ നൗഷാദെ? ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ട് അതിനെക്കുറിച്ച് മിണ്ടാത്തത് എന്താണ്? ആ ക്ലിപ്പ് എടുത്തിട്ട് നീ മറുപടി പറയാത്തത്? വേറെ ഏതോ ക്ലിപ്പ് കൊണ്ടുവന്നിട്ടല്ലേ ഞങ്ങളുടെ നിലപാട് അന്ന് ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്നത്? ഞാൻ കേൾപ്പിച്ച ക്ലിപ്പ് എടുത്തു കൊണ്ടുവന്നിട്ട് എന്താ നിനക്ക് മറുപടി പറയാൻ കഴിയാത്തത്? കുഞ്ഞാടുകൾ തക്ബീർ ചൊല്ലിയപ്പോൾ മൂപ്പരൊക്കെ കുറെ പൊന്തി. AP ശുജായികളുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഹലക്ക അഹ്ലുഖു ഒന്ന് പറയ്. പക്ഷെ അതിലൊരു കാര്യം അറിയാതെ പറഞ്ഞുപോയി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട് അഹ്ലുഖുലക്കും ഞങ്ങൾക്ക് പടച്ചു തരും. അപ്പൊ ആ പക്ഷിയെ പടച്ചോനാരായി? ഈസാ. അത് അയാൾ അറിയാതെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അയാൾ പറയാം അത് വേറെ അർത്ഥത്തിനാണ്. അതും വേറെ അർത്ഥത്തിന് വെച്ചാൽ പോലെ കാഫിറാക്കണോ?
കേട്ടോളൂ അത് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ക്ലിപ്പൊക്കെ ഇട്ട് അത് വിശദമായി അഹ്ലുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ പഠിപ്പിച്ചത് പേരോട് ഉസ്താദാണ്. അത് കേട്ടിട്ടാണ് പിന്നെ ആ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഈ കോലത്തിലാക്കി മാറ്റിയത്. അതെന്തോ ആകട്ടെ, പേരോട് ഉസ്താദ് അവിടെ അഹ്ലുക്കു എന്ന് പറയുമ്പോൾ, അതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുമ്പോൾ ഒക്കെ ഉസ്താദ് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരാളെ പടച്ചോനാണെന്ന് പറയാൻ പാടില്ല. അവിടെ ആ വിഷയം എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞു. എന്താ വാ തുറക്കാത്തത്? ഒരാളെക്കുറിച്ച് മലയാളികളായ മുസ്ലിമീങ്ങൾ പടച്ചോനെന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. അതല്ലാതെ പടപ്പുകളെ പടച്ചോനെന്ന് ഉപയോഗിച്ചതിന്റെ ഒരു ഉദാഹരണം പോലുമില്ല. അതല്ലേ വെല്ലുവിളി നടത്തിയത്. ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്നല്ലേ പറഞ്ഞു നടക്കുന്നത്. മഹാന്മാരാകുന്ന അയിമ്മത്തിന്റെ കിതാബുകളല്ലേ കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനിക്കുന്നത്. അതാ ചോദ്യം ചോദിച്ചത്. ആരെങ്കിലും ഏതെങ്കിലും ഒരു വലിയനെ, ഏതെങ്കിലും ഒരു നബിയെ, ഏതെങ്കിലും ഒരു റസൂലിനെ, ഏതെങ്കിലും ഒരു കുത്തുബിനെ, ഏതെങ്കിലും ഒരു ഗൗസിനെ, ഏതെങ്കിലും ഒരു ശൈഖിനെ, ഏതെങ്കിലും ഒരു ശൈഖുൽ മശായിഖിനെ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ, നിങ്ങളെപ്പോലെ പിഴച്ചു നടക്കണ വിവരം കെട്ട ജാതികളല്ല, ശംസുൽ ഉലമയെ പോലെയുള്ള പണ്ഡിതന്മാർ, മഹാന്മാരാകുന്ന അഇമ്മത്ത് ഞങ്ങളുടെ പടച്ചോനാണോ മടവൂരെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം, ഞങ്ങളുടെ പടച്ചോനാണ് റസൂലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം. എന്താണ് നൗഷാദെ ആ ചോദ്യത്തിന് മറുപടി പറയാത്തത്? ചോദ്യം അണ്ണാക്കിൽ തറച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ടാ മിണ്ടാതെ പോകുന്നത്. അപ്പോ അഹ്ലുക്കും ഒക്കെ പേരോട് ഉസ്താദ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓഗസ്റ്റ് 13 പാട്ടിറങ്ങി, ഓഗസ്റ്റ് 17 പേരോട് ഉസ്താദ് അതിനെ വിമർശിച്ചു. അന്ന് തന്നെ നിങ്ങൾ പേരോട് ഉസ്താദിനെ വിമർശിക്കാൻ വേണ്ടി ആ പാട്ടുകാരനെ അംഗീകരിക്കുന്നില്ലെങ്കിലും അത് കുഫറാണെന്ന് പറയാൻ പാടില്ല എന്ന ഒരു ന്യായം പറഞ്ഞു. അപ്പോഴും നിങ്ങൾ ആ പാട്ടിനെ അംഗീകരിച്ചിട്ടില്ല. അതിനെ തള്ളിക്കളയണം, പടച്ചോൻ എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കരുത് എന്ന് പ്രസംഗിച്ചു ഓഗസ്റ്റ് 17. എന്നാൽ അതിന്റെ മുമ്പ് ഈ പ്രസംഗം ഒന്ന് കണ്ടോളൂ. കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് ഞങ്ങളോട് മഹാനായ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ആ ദൈവത്തെക്കുറിച്ച്, ഈസ നബിയെ കുറിച്ച് പറഞ്ഞതിന് ഞങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല, അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല. ഏതിനോട്? ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നസ്വാറാക്കൾ അവരുടെ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും ഒക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിനെ ഒഴിവാക്കണമെന്ന് ഇമാം ബൂസീരി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിനോട് സാദൃശ്യമാകുന്ന വാക്കുകൾ പോലും പറയില്ല എന്ന് നീ ഈ പ്രസംഗിച്ചതാ. എപ്പോഴാണിത് പ്രസംഗിച്ചത്? ആ പാട്ടിറങ്ങുന്നത് ഓഗസ്റ്റ് 13. നീ ഈ പ്രസംഗിക്കുന്നത് ഓഗസ്റ്റ് 14 പള്ളിക്കൽ ബസാറിൽ വെച്ച്. പേരോട് ഉസ്താദ് അതിനെ എതിർക്കുന്നത് ഓഗസ്റ്റ് 17. പേരോട് ഉസ്താദ് അതിനെ എതിർത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് നീ ആ പാട്ടിനെ ന്യായീകരിക്കാൻ ശ്രമം നടത്തുന്നതും ഓഗസ്റ്റ് 17 തന്നെ. അപ്പൊ അതിനു മുമ്പ് നിങ്ങളുടെ നിലപാട് മുമ്പ് വ്യക്തമാക്കിയിരുന്നു എന്ന് പറഞ്ഞ നിലപാടുണ്ടല്ലോ, ആ നിലപാട് ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഈസാ നബിയെ കുറിച്ച് നസ്വാറാക്കൾ പറയുന്നത് പോലെ, നസ്വാറാക്കൾ പറയുന്നത് അവരുടെ പടച്ചോനാണെന്നാണ്, അതുപോലെ പറയാൻ പാടില്ല എന്ന് പ്രസംഗിച്ചവനാണ് നൗഷാദേ നീ. എന്നു മാത്രമല്ല, ആ പാട്ട് സുന്നികളാകുന്ന ഞങ്ങളുടെ തലയിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൽ നിന്ന് കേട്ടതുകൊണ്ട് പഠിച്ചതുകൊണ്ടാണ് ആ ചെക്കൻ അങ്ങനെ പാടിയതെന്ന് വരെ അന്ന് നീ ആ പ്രസംഗത്തിൽ പ്രസംഗിച്ചിട്ടില്ലേ? ആ പാട്ടിന് ഈ ലോകത്ത് വല്ല ഉത്തരവാദി ഉണ്ടെങ്കിൽ അതാരാന്നറിയോ? സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. കാരണം എന്താ? അയാൾ ഇവിടെ പഠിപ്പിച്ചതാണ് റബ്ബുൽ മാൽ, റബ്ബുൻ നാഖ, ഒട്ടകത്തിന്റെ പടച്ചോൻ, റബ്ബ് പറഞ്ഞതാണല്ലോ. അതേപോലെ നാഖത്തിന്റെ റബ്ബ്, ഇതൊക്കെ പറയുന്നത് കുഴപ്പമില്ല. റബ്ബുൽ ആലമീൻ, ലോകർക്ക് മുഴുവനുള്ള അല്ലാഹ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. നിങ്ങളാ പഠിപ്പിച്ച്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ശിഷ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞങ്ങളുടെ റബ്ബ് എന്നൊക്കെ പറയാലോ, അല്ലാതെ ലോകം മുഴുവനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞു റബ്ബുൽ ആലമീൻ, ഞങ്ങളെ പഠിച്ചോനെന്ന് ആ പാട്ടിലുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളെ ഈ പ്രസംഗം കേട്ടതാണെന്നാണ്. അയാൾ പറയുന്ന കേട്ടോളൂ നിങ്ങൾ, ഞാൻ വെറുതെ പറയല്ല.
ഇയാളുടെ തത്വമാണ് അതിന്റെ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെച്ചു കൊടുക്കുക. കണ്ടോ, ഇയാളുടെ തത്വമാണ് അതിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ പാട്ടിറങ്ങിയതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം ആ പാട്ടിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത് അത് നസ്വാറാക്കൾ വിശ്വസിക്കുന്നത് പോലെയുള്ള വിശ്വാസമാണ് എന്ന് മാത്രമല്ല, ആ പാട്ട് ആ ചെക്കൻ പാടാൻ കാരണം പേരോട് ഉസ്താദാണ് എന്നാണ്. പേരോട് ഉസ്താദ് റബ്ബുൽ കഅബ, റബ്ബുൽ മാൽ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ റബ്ബിൽ നിന്ന് കേട്ടിട്ടാണ് പടച്ചോൻ എന്ന പ്രയോഗം ആ ചെക്കൻ ഉപയോഗിച്ചത് എന്ന് വരെ പറഞ്ഞ് ആ പാട്ടിനെ തള്ളിയ ഇബ്ലീസ് ത്വരീഖത്തിലെ ദജ്ജാലായ നൗഷാദെ, ഉളുപ്പുണ്ടോ നിനക്ക് ഇന്ന് അതിനെ ന്യായീകരിക്കാൻ? അതിന്റെ പേരിൽ പേരോട് ഉസ്താദിന്റെ മേൽ നീ തോന്നിയാസം പറയാൻ നാണമുണ്ടോ ചങ്ങാതി? അന്തസ്സുണ്ടോ നിനക്ക്? അന്തസ്സുണ്ടെങ്കിലും മറുപടി പറ. ഇത് നീ പ്രസംഗിച്ചതല്ലേ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ? എന്നിട്ട് ഇപ്പൊ പറയാ അന്നും ഇന്നും എന്നും ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടാണെന്ന്. വല്ലാത്തൊരു നിലപാടായിപ്പോയി. ഇതാണോ ഇബ്ലീസിന്റെ നിലപാടായത്? ഇത് ദജ്ജാലിന്റെ നിലപാടാണ്. കള്ളം പറയുന്നവർ, പെരും കള്ളം പറയുന്നവർ, അവർ നിങ്ങളല്ലാതെ പിന്നെ ആരാ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ളത്? എന്നിട്ട് ചോദ്യത്തിന് മറുപടിയില്ല. മറുപടി ഉണ്ടേ പറ. നസ്വാറാക്കളാ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം തൗഹീദാണോ കുഫറാണോ? എന്നാൽ അതേ വാചകമാണ് ഈ ചെക്കൻ ഉപയോഗിച്ചതെന്നും അത് പാടില്ല എന്നും നീ അന്ന് പ്രസംഗിച്ചതാണ്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് മടവൂരാണ് പടച്ചോൻ എന്ന് പറയാൻ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഇതല്ലേ നിങ്ങളുടെ നിലപാട്? എന്തു പറ്റിപ്പോയി ചങ്ങാതി നിനക്ക്? എന്തു പറ്റിപ്പോയി നിനക്ക്? പേരോട് ഉസ്താദിനോടുള്ള അന്ധമായ വിരോധം നിന്നെ എത്ര അപകടത്തിലാ കൊണ്ടുപോയി ചാടിക്കുന്നത്. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു ഹിദായത്ത് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.